ഞങ്ങളുടെ അടുത്ത ലക്ഷ്യം താബോർ മലയാണ്. ഈശോ രൂപാന്തരീകരണം സംഭവിച്ച സ്ഥലം. രൂപാന്തരീകരണ മല, മറുരൂപമല എന്നീ പേരുകളിലും ഇത് അറിയപ്പെടുന്നു. ഇവിടെ വച്ചാണ് ഈശോയ്ക്ക് രൂപാന്തരീകരണം സംഭവിച്ചത്. മോശയും ഏലിയായും പ്രത്യക്ഷപ്പെട്ടതും ഇവിടെയാണ്. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ ഈ സംഭവം വളരെ വ്യക്തമായി പ്രതിപാദിച്ചിട്ടുണ്ട്. ഞങ്ങൾ പാർക്കിങ്ങിലെത്തി. ഇവിടെ നിന്നും അറേഞ്ച് ചെയ്തിരിക്കുന്ന ചെറിയ ടാക്സി കാറുകളിലാണ് മലമുകളിലേക്ക് പോകേണ്ടത്. മുഴുവൻ കൊടും വളവുകളാണ്. ഒരു മൂന്നാർ യാത്രയുടെ പ്രതീതി. മൊത്തം 22 ഹെയർപിൻ കർവുകളുണ്ട്. സമുദ്രനിരപ്പിൽ നിന്നും 1900 അടി ഉയരത്തിലാണ് താബോർ മലയുടെ മുകൾ പരപ്പ്. ഗലീല തടാകത്തിൽ നിന്നും ഏകദേശം 26 കിലോമീറ്റർ ദൂരം. 4-ാം നൂറ്റാണ്ടിൽ ഒരു ദേവാലയം ഇവിടെ പണിതുയർത്തിയിരുന്നു. കുരിശുയുദ്ധ കാലഘട്ടത്തിൽ അത് വിപുലീകരിക്കുകയും ചുറ്റും കോട്ട പണിയുകയും ചെയ്തു. എന്നാൽ തുർക്കികളുടെ ആക്രമണത്തിൽ പള്ളി പൂർണ്ണമായും തകർക്കപ്പെട്ടു. 20-ാം നൂറ്റാണ്ടിലാണ് ഇപ്പോഴുള്ള ഈ മനോഹര ദേവാലയം പണിതത്. ഇറ്റാലിയൻ ആർക്കിടെക്ട് അന്റോണിയോ ബെർലൂച്ചിയാണ് ഈ ദേവാലയം 1924 രൂപകൽപ്പന ചെയ്തത്. പ്രഭു, ഞങ്ങൾ നിങ്ങൾക്കായി 3 കൂടാരങ്ങൾ നിർമ്മിക്കാം എന്ന് രൂപാന്തരീകരണ സമയത്ത് ശിഷ്യന്മാർ ഈശോയോട് പറയുന്നുണ്ട്. ബൈബിളിലെ ആ സംഭവത്തെ ആസ്പദമാക്കിയാണ് ബെർലൂച്ചി ഈ ദേവാലയം രൂപകൽപ്പന ചെയ്തത്. മുഖ്യ കവാടത്തിൻ്റെ ഇരുവശത്തുമായി 2 അൾത്താരകൾ കാണാം. മോശയ്ക്കും ഏലിയായ്ക്കും വേണ്ടിയിട്ടുള്ള 2 ചാപ്പലുകളാണ് അവ. സീനായ് മലയുടെ പശ്ചാത്തലത്തിൽ 10 കൽപ്പനയുമായി നിൽക്കുന്ന മോശയുടെയും കർമ്മേലിൽ ബലിയർപ്പണത്തിന് മുൻപിൽ പ്രാർത്ഥനയോടെ ഇരിക്കുന്ന ഏലിയാവിൻ്റെയും പെയിൻറ്റിങ്ങുകൾ അതാത് ചാപ്പലുകളുടെ മിനാരത്തിലുണ്ട്. ഞങ്ങൾ ദേവാലയത്തിന് പുറത്തിറങ്ങിയിട്ട് വലതുവശത്തുകൂടെ മുകൾ പരപ്പിലേക്ക് കയറി. അവിടെ നിന്ന് താഴേക്ക് നോക്കിയാൽ അതിമനോഹരമായൊരു താഴ്വര കാണാം. ഇസ്രായേലിലെ ഏറ്റവും വലിയ താഴ്വരയായ ജസ്രി താഴ്വരയാണിത്. 380 ചതുരശ്ര കിലോമീറ്ററാണ് ഈ താഴ്വര. വടക്ക് താബോർ മലയും തെക്ക് കിഴക്കായി ഗിൽബോവ പർവ്വതവും ഈ താഴ്വരയെ സംരക്ഷിക്കുന്നു. ഇസ്രായേലിൻ്റെ കൃഷിപ്പാടങ്ങളാൽ സമൃദ്ധമാണ് ഇവിടം. ഈ ദേവാലയത്തിൻ്റെ മുൻവശത്ത് മനോഹരമായ ഒരു ചെറിയ ഗാർഡനുണ്ട്. ഞങ്ങൾ തിരികെ ടാക്സിയിലേക്ക് കയറി. മലയിറങ്ങി ബസ് പാർക്ക് ചെയ്ത സ്ഥലത്തെത്തി. എല്ലാവരും ബസ്സിൽ കയറി. ഞങ്ങളുടെ അടുത്ത ലക്ഷ്യം ബേത്ലഹേമാണ്. പാലസ്തീൻ സിറ്റിയാണ് ബേത്ലഹേം. ഇന്ന് തൊട്ട് 3 രാത്രി ഈ ഹോട്ടലിൽ തന്നെയാണ് താമസം. ഇന്നത്തെ ഞങ്ങളുടെ ആദ്യത്തെ ലക്ഷ്യം കുറച്ച് ഷോപ്പിംഗ് ആണ്. റിലീജിയസ് ആർട്ടിക്കിൾസ് വിൽക്കുന്ന ഒരു ക്രിസ്ത്യൻ ഷോപ്പ്. $1 മുതൽ $1000 വരെയുള്ള സാധനങ്ങൾ അവിടെയുണ്ട്. എല്ലാവരും നന്നായി ഷോപ്പിംഗ് ചെയ്തു. ഷോപ്പിങ്ങിന് ശേഷം ഞങ്ങൾ തിരിച്ച് ബസ്സിൽ കയറി. ഇനി ഞങ്ങളുടെ അടുത്ത ലക്ഷ്യം എൻ കരീം എന്ന കൊച്ചു പട്ടണത്തിലേക്കാണ്. ഇന്ന് ഇതൊരു ജോയിഷ് സിറ്റിയാണ്. ഏതാണ്ട് 13 കിലോമീറ്റർ ദൈർഘ്യമുണ്ട് ഇവിടെ നിന്ന്. ഏകദേശം 30 മിനിറ്റ് യാത്ര. എൻ കരീം എന്ന വാക്കിൻ്റെ അർത്ഥം മുന്തിരിത്തോട്ടങ്ങളുടെ ഉറവ എന്നാണ്. ഇന്ന് ജെറുസലേം മുനിസിപ്പാലിറ്റിക്കുള്ളിലാണ് ഈ പ്രദേശം. സഖറിയായുടെയും എലിസബത്തിൻ്റെയും മകനായി സ്നാപക യോഹന്നാൻ ജനിച്ചത് ഇവിടെയാണ്. ചർച്ച് ഓഫ് നേറ്റിവിറ്റി ഓഫ് സെൻറ്റ് ജോൺ എന്നാണ് ഈ പള്ളി അറിയപ്പെടുന്നത്. 5-ാം നൂറ്റാണ്ടിൽ ഇവിടെ ഒരു ദേവാലയം ഉണ്ടായിരുന്നു. തകർന്ന ആ ദേവാലയത്തിൻ്റെ മുകളിലായി 19-ാം നൂറ്റാണ്ടിൻ്റെ 2-ാം പകുതിയിൽ നിർമ്മിച്ചതാണ് ഈ ദേവാലയം. ദേവാലയത്തിനുള്ളിൽ ഒരു ഗുഹാകവാടം പോലെയുള്ള സ്ഥലമുണ്ട്. തറയിൽ ഒരു നക്ഷത്രവുമുണ്ട്. അവിടെയാണ് സ്നാപക യോഹന്നാൻ ജനിച്ചത്. പള്ളിയുടെ റെസ്റ്റോറേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഫ്ലോറിൽ നിന്ന് നേരെ താഴേക്ക് നോക്കുമ്പോൾ 5-ാം നൂറ്റാണ്ടിലുണ്ടായിരുന്ന ദേവാലയത്തിൻ്റെ മൊസൈക്ക് തറകൾ സംരക്ഷിച്ചിരിക്കുന്നത് കാണുവാൻ സാധിക്കും. ആ മനോഹര ദേവാലയത്തിൽ ഒരു ദിവ്യബലി അർപ്പിക്കുവാനും ഞങ്ങൾക്ക് സാധിച്ചു. ഇവിടുത്തെ സന്ദർശനം പൂർത്തിയാക്കി ഞങ്ങൾ തിരികെ ബസ്സിലേക്ക് മടങ്ങി.